ഹലോ. അപ്പോൾ നീന്തൽ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂവാറ്റുപുഴയിലെ ബേവാച്ച് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ അക്കാഡമിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സുഹൃത്ത് വിളിച്ചിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്ത് ആൻ്റണി ഈ ബേവാച്ച് എന്ന് പറയുന്ന ക്ലബിൻ്റെ ഓണറും കൂടെയാണ്. പുള്ളിയാണ് ഈ അക്കാഡമി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇൻഡോർ ആയിട്ടുള്ളൊരു പൂളാണ്. ഇൻഡോറാണ്. ഇപ്പോൾ മഴയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നീന്താൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളമൊക്കെ അത്യാവശ്യം നല്ല ക്ലിയറാണ്. അപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ ഈ മൂവാറ്റുപുഴ ഭാഗത്തുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കുളിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനായിട്ടോ ഈ സ്കൂളിൽ വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് ഇത്തവണ വെള്ളത്തിൽ എങ്ങനെ സ്റ്റാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ബാക്ക് ഫ്ലോട്ട് ചെയ്യുക, അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്ക് ഫ്ലോട്ടിംഗ് ആണ്. ബാക്ക് ഫ്ലോട്ടിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആൻ്റണിയെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആൻ്റണി അപ്പോൾ നമ്മൾ ആൻ്റണിയെ ബാക്ക് ഫ്ലോട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരാളുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ പുള്ളിക്കാരൻ പഠിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീന്തൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും നീന്തൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അത്യാവശ്യം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി അറിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയുള്ള സംശയം മാറ്റാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അധികം സമയം എടുക്കുന്നില്ല. നമുക്ക് എന്തായാലും ബാക്ക് ഫ്ലോട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ നോർമലായിട്ട് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട്, ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്ന പേടിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്തായാലും വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ല. ഈ മുങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പേടിയാണ്. നമുക്ക് പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ മുങ്ങിപ്പോകുന്നത്. നമുക്ക് പേടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ കയ്യോ കാലോ ഉപയോഗിക്കുന്നില്ല, കയ്യോ കാലോ അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മുങ്ങി കിടക്കും. നോർമലായിട്ട് തന്നെ ഭൂമിയിലിരിക്കുന്ന ഒട്ടുമിക്ക ജീവികൾക്കും ഒരു ബോയൻസി ഉണ്ട്, വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു ബോയൻസി എല്ലാ ജീവികൾക്കും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ലെങ്സ് ഉണ്ട്. അപ്പോൾ ഈ ലെങ്സിൽ ആവശ്യത്തിലധികം എയർ ഉള്ളതുകൊണ്ട് നമ്മൾ മുങ്ങിപ്പോകുന്ന സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ വെപ്രാളം വെള്ളം കുടിക്കുമ്പോഴാണ് ലെങ്സിൽ ഫുള്ള് വെള്ളം കയറി നമ്മളെ ലെങ്സിലുള്ള എയർ മൊത്തം പുറത്തു വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ മുങ്ങിപ്പോകുന്നത്. അപ്പോൾ പേടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാതിരുന്നാലും വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ആൻ്റണിക്ക് ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേടിക്കാൻ പാടില്ല. പേടിയാണ് നമ്മൾ നോക്കിയുള്ളത്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം നന്നായിട്ട് ശ്വാസം എടുക്കുക, വലിച്ച് ശ്വാസം എടുക്കുക. കവളിൽ നടക്കരുത്. പല ആൾക്കാർ വലിച്ച് കവളിൽ നടത്തില്ല. അങ്ങനെയല്ല, നമ്മൾ ലൈഫ് ഫുള്ളായിട്ട് ഫീൽ ചെയ്യാം. വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ അവിടേക്കൊന്ന് ഹോൾഡ് ചെയ്യാം. നമുക്ക് എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും അത്രയൊന്ന് ഹോൾഡ് ചെയ്ത്. അപ്പോൾ നന്നായിട്ട് ശ്വാസം എടുത്തതിന് ശേഷം ഈ കൈ കുറച്ച് അകലത്തി വയ്ക്കുക. അകലത്തി വെച്ചിട്ട് നമ്മൾ ഷോൾഡർ നന്നായിട്ട് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. നന്നായിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഈ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് കൈ നമുക്ക് കുറച്ച് പിറകിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ നമ്മുടെ കാലിന്റെ മുട്ട് ചെറുതായിട്ട് മടക്കിട്ടേക്കാം. കാണണ്ട? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്ക് ഫ്ലോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ബാക്ക് ആക്കി കൊടുക്കുക, വെള്ളം കുത്തിട്ട് കിടക്കുന്നത് ഈസി ആയിട്ട് ലാസ്റ്റ് ആക്കിയിട്ട് കിടക്കുക. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ നമ്മുടെ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കാല് താങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ചെസ്റ്റ് നമ്മുടെ ഈ ലോവർ ബോഡി താങ്ങാൻ സാധ്യത. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ കൈ കുറച്ച് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ കൈ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ലോവർ ബോഡി മുകളിലേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ കൈ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് കാല് അതിനനുസരിച്ച് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് നമ്മൾ ലോവർ ബോഡി പൊങ്ങി വരുന്നത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും മുകളിലേക്ക് നോക്കുക, കാലിലേക്ക് നോക്കാതിരിക്കുക. കാലിലേക്ക് നോക്കുന്നത് നമ്മൾ ഈ ലോവർ ബോഡി കാണും, അതായത് യു ഷേപ്പിലായി പോകുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് കിടക്കത്തുള്ളൂ. മുകളിലേക്ക് നോക്കുക. അതുപോലെ എപ്പോഴും നമ്മുടെ ഈ ചെസ്റ്റ് വന്നിട്ട് വെള്ളത്തിൻ്റെ മുകളിലിരിക്കുക.
വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത്രേ ഉള്ളൂ. നോക്കാം. കാലിക്കടിച്ച് കഴിഞ്ഞാൽ അവിടെ കാലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് ഒരു സൈക്കിളിൽ കാല് മുട്ടുമായിട്ട് ചെയ്ത് നമുക്കത് കറക്കാൻ പറ്റും. അതന്നെ സംഭവം. ആ കാലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടോ. കൈ നമുക്ക് പാമ്പ് കൈയിലെ കുഴ കുറച്ച് വെള്ളത്തിൽ തിരിക്കും. ഗുഡ്. അത് കൊള്ളാം. അപ്പൊ അത്രയും വലുത് അണക്ക് കൊണ്ടുവരും. കൈയുടെ വെള്ളമില്ലേ? കൈ ശരിയാവുന്നില്ലല്ലേ? കൈ ശരിയാവുന്നുണ്ട്. നമ്മൾ കൈ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം സ്വന്തമായിട്ട്. ചിലപ്പോ ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ച് ബലം കിട്ടുമ്പോൾ കുറച്ച് സ്ഥലം നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ അനക്കി നോക്കണം. അതെ. ആ പാൻസ് നമ്മൾ ഈ കൈയില്ലേ വെള്ളത്തിലേക്ക് കൈ മുകളിലേക്കല്ല, കൈ വെള്ളത്തിലേക്ക് പൊക്കി എടുക്കണം. കൈ വെള്ളത്തിലേക്ക് അടിയിൽ വെള്ളത്തിന് അടിയിലേക്ക് വെള്ളത്തിന്റെ മുകളില് സർഫിലേക്ക് ചെയ്യുന്നത്. അത് വെച്ചിട്ട് മുകളിലേക്ക് എടുക്കരുത്. കേട്ടില്ല? ഈ ചെസ്റ്റൊക്കെ അതന്നെ അങ്ങനെ വെള്ളം പിടിക്കില്ല. ഈസിയായിട്ട് നമുക്ക് സ്ലൈറ്റ് വലിയ വെള്ളത്തിലായിട്ട് അങ്ങനെ വിളിച്ചെടുക്കും. അപ്പോൾ അത്രയും പോലെ അതൊന്നും ആയില്ല. കുറച്ചുകൂടെ വീഴാനല്ല, അങ്ങനെ വലിച്ചെടുക്കും. പൊങ്ങി കിടക്കുന്നുണ്ടോ? ഈ കാലിൻ്റെ ഭാഗത്ത് മാത്രമാണ് അത് മുങ്ങി പോകാൻ സാധ്യതയുള്ളൂ. ശ്രദ്ധിച്ചായിരുന്നു? കാണാൻ പറ്റുന്നത് ഈ സംഭവം ഈ കാല് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ളത്. ബോളിൻ്റെ പേര് നമ്മൾ വലിച്ചെടുക്കും. ചെറുതായിട്ട് നടക്കിയിട്ട് കിടക്കുന്നില്ലേ? ഓക്കെ അല്ലേ? കാരണം നടക്കണ്ട, വെറുതെ നടക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ടെൻഷൻ ആയിക്കണ്ട. കിടക്കുന്നുണ്ട്. അതെ നന്നായിട്ട് വീട് വഴിയെടുക്കും. തിരിച്ചില്ലാണ്ട് നന്നായിട്ട് വീട്ട് വലിച്ചെടുക്കുന്നുണ്ട്. എനിക്കധികം ഒരിക്കാൻ പറ്റില്ല. അത് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ 1-2 ദിവസം കൊണ്ട് ചില ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം പേടിയുള്ളത് ആൻ്റണിക്ക് കുറച്ച് പേടിയുണ്ട്. ആൻ്റണി കുറച്ച് മുങ്ങിപ്പോകുന്നൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാലും പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. എന്നാലും കുറച്ച് സമയമെടുക്കും കേട്ടോ. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ഡിപ്പെൻസ് ആണ്. ചില ആൾക്കാർ വെറും 10 മിനിറ്റ് കൊണ്ട് പഠിക്കും, ചിലർ 1 മണിക്കൂർ കൊണ്ട് പഠിക്കും, ചിലർ 1, 2, 3, 4, 5 ദിവസം കൊണ്ട് പഠിക്കും. അപ്പോൾ ഭയങ്കര ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്ക് പേടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ബാക്ക് ഫ്ലോട്ടിങ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് പാടില്ല. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. എന്നാലും ചെറിയൊരു എങ്ങനെയാണ് കൈ കാലിൽ ബാലൻസ് ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ളത് എങ്ങനെ ആഴത്തിൽ എങ്ങനെ നിൽക്കാന്നുള്ള ഒരു വീഡിയോ ആണ്. അത് പിന്നെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗ് സ്റ്റൈൽ സ്വിമ്മിങ്, പട്ടി നിന്നുന്ന പോലത്തെ ഒരു ഡോഗ് സ്റ്റൈൽ സ്വിമ്മിങ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സൈക്ലിംഗ് എങ്ങനെയാണ് വെള്ളത്തിൽ നിൽക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും മയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ലെങ്ത് എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് ഇടുക. നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എന്താണോ സംശയം അതിനനുസരിച്ചുള്ള വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ പരിപാടിയാണ്. കാല് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് കുക്ക് ചെയ്ത് കൊണ്ടുവരിക. ഇത് മുമ്പോട്ട് കൊണ്ടുവരാം, വളരെ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വളരെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.